അവളുടെ കണ്ണുകൾ അവനിൽ നിന്നും മുറിക്കുള്ളിലേക്ക് നീണ്ടു. അതിനുള്ളിലെ എല്ലാ സാധനങ്ങളും എറിഞ്ഞുടച്ചിട്ടുണ്ട്. ആകെ വൃത്തികേടായാണ് കിടക്കുന്നത്. അവൾ അവനെ വക്രിച്ചൊന്ന് നോക്കി. അവളുടെ നോട്ടം തൻ്റെ നേർക്കാണെന്ന് മനസ്സിലായതും സിദ്ധു തലയുയർത്തിയില്ല. സിദ്ധുവേട്ടാ, എന്താ ഇത്? ഇങ്ങനെയൊക്കെ തല്ലിപ്പൊളിക്കാൻ മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായേ? അവൾ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. എന്നാൽ അവളുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ അവൻ അവളെ വലിച്ചു മുറിക്കുള്ളിലേക്കാക്കി വാതിൽ കൊട്ടിയടച്ചു. അവൾക്ക് കൂട്ടായി വന്ന ചേച്ചി വാതിൽ ഒരു നിമിഷം ചെവികൾ അമർത്തിപ്പിടിച്ചു. മുറിക്കുള്ളിൽ വലിച്ചു കയറ്റിയ വൈകിയെ സിദ്ധു പൂണ്ടടക്കം വാതിലിലേക്ക് ചേർത്ത് നിർത്തി കൊണ്ട് കെട്ടിപ്പിടിച്ചു. ചുമലിൽ ചൂടുള്ള സ്പർശമറിഞ്ഞതും അവൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. സിദ്ധുവേട്ട, അവൾ അവനെ വിടുവിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അവൻ വിടാൻ ഭാവമില്ലാത്തതുപോലെ അവളെ ഇറുക്കി പിടിച്ചു. സിദ്ധുവേട്ട, അവൾ അവനെ വിടുവിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അവൻ വിടാൻ ഭാവമില്ലാത്തതുപോലെ അവളെ ഇറുക്കി പിടിച്ചു. സിദ്ധുവേട്ട, ഇങ്ങനെ കരയാതെ കാര്യം പറയുന്നുണ്ടോ? എനിക്ക് കൂടുതൽ നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, അവൾ കടുത്ത ശബ്ദത്തിൽ പറഞ്ഞതും അവൻ കണ്ണും മുഖവും അമർത്തി തുടച്ച് അവളിൽ നിന്നും അകന്നു നിന്നു. അവൻ അപ്പോഴാണ് വൈകി ഏതവസ്ഥയിലാണെന്ന് തിരിച്ചറിവുണ്ടായത്. വാ, അവൻ പതിയെ അവളുടെ കൈ പിടിച്ച് നിലത്ത് ചിന്നിച്ചിതിരിക്കിടക്കുന്ന സാധനങ്ങളിലൊന്നും കാല് തട്ടാതെ പതിയെ അവളെ കട്ടിനരിയിലേക്ക് എത്തിച്ചു. അവളെ സൂക്ഷിച്ച് ബെഡിൽ കട്ടിലിൻ്റെ ക്രാസിയിൽ ചാരിയിരുത്തി തലയണ വെച്ചു കൊടുത്തു. കാലും കയറ്റി വെച്ചു കൊടുത്തു. ഇതെല്ലാം ചെയ്യുമ്പോഴും വൈക അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. വല്ലാത്ത മാനസിക സംഘർഷവും സങ്കടവും നിറഞ്ഞ മുഖം. എന്തോ ഒന്ന് അവനെ അലട്ടുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. സിദ്ധു പതിയെ ബെഡിലേക്കിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. എന്തോ സങ്കടം വന്ന് തികട്ടും പോലെ. സിദ്ധുവേട്ടാ, വൈക ആർദ്രമായി വിളിച്ചതും ആ വിളിക്കായി കാത്തുനിന്നെന്ന പോലെ അവനൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അവളുടെ മടിയിലേക്ക് കിടന്നു. അവളുടെ ഉദരത്തോട് മുഖം ചേർത്ത് വെച്ചു. വൈകിക്ക് ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞതുപോലെ അവൻ്റെ മുഖം ഉദരത്തിൽ അമർന്നതും വയറിനുള്ളിൽ വല്ലാത്ത ചലനം. തങ്ങളുടെ അച്ഛനെ തിരിച്ചറിഞ്ഞതിനാലാവാം വൈകിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിക്ക് എന്തെന്നില്ലാത്ത ഭംഗിയുണ്ടായിരുന്നു. സിദ്ധു അവളുടെ ഉദരത്തിലെ ചലനങ്ങൾ ശ്രദ്ധിച്ച് മുഖം ചേർത്ത് കിടന്നു. തൻ്റെ സച്ചുവിന് വേണ്ടി പിറവിയെടുക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളുടെ മുഖം കാണാൻ പോലും ഇന്നവളില്ല. ആർക്കു വേണ്ടിയാണോ താനിതെല്ലാം ചെയ്തത്, അവൾ തന്നെ മരണമെന്ന് 3 അക്ഷരം കൊണ്ട് തന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ആ കുഞ്ഞുങ്ങളുടെ ചലനങ്ങൾ അവനിൽ വേദന നൽകി. വൈകി അവനെ തന്നെ നോക്കിയിരുന്നു. അവളുടെ കൈകൾ യാന്ത്രികമെന്നോണം അവൻ്റെ മുടിയിഴകളെ തഴുകി. അവളുടെ വിരലുകൾ തീർക്കുന്ന അനുഭൂതിയിൽ സിദ്ധുവിൻ്റെ സങ്കടങ്ങൾ കുറയുന്നതുപോലെ വൈകിയുടെ സാമീപ്യവും തഴുകിലും തന്നിൽ മറ്റൊരുവൾ തീർത്ത വേദനകൾ അകറ്റുന്നു. സച്ചുപോയി, ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്തേക്ക്, അവൻ എങ്ങോ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. പൊടുന്നനെ വൈകിയുടെ കൈകൾ നിശ്ചലമായി. അവൾ അവൻ്റെ വാക്കുകളിൽ തരിച്ചിരുന്നു. സിദ്ധുവേട്ടൻ എന്താ പറഞ്ഞേ? അവൾ തൊണ്ടയിടറിക്കൊണ്ട് ചോദിച്ചു. ആർക്കു വേണ്ടിയാണോ ഞാനിതെല്ലാം ചെയ്തത്? അവൾ എന്നെ തനിച്ചാക്കിപ്പോയി. സിദ്ധുവിൻ്റെ വാക്കുകളിൽ വേദന നിറഞ്ഞു. സിദ്ധുവേട്ടാ, വൈകിക്ക് എന്തു പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കണമെന്ന് മനസ്സിലായില്ല. തൻ്റെ 1-2 വാക്കിൽ അവൻ ആശ്വാസം തോന്നില്ല. അവൻ്റെ പ്രണയമാണ്. മരിക്കുവോളം ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ് ഈ കുഞ്ഞുങ്ങളില്ലാതെ ഇനി എനിക്കാരുമില്ല വൈക. തൻ്റെ ഉടമ്പടി അവസാനിച്ചാൽ താനും പോകും എന്നെ വിട്ട്. പിന്നെ ഞാനും ഈ കുഞ്ഞുങ്ങളും മാത്രം. അവൻ സങ്കടത്തോടെ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരുന്നു. അവൾക്ക് താൻ സിദ്ധുവേട്ടൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തോ ഒന്ന് തന്നെ പിറകിലേക്ക് വലിക്കുന്നത് പോലെ. പക്ഷെ തൻ്റെ കുഞ്ഞുങ്ങൾ, അവരെ ഇനി താൻ സിദ്ധുവിന് വിട്ടുകൊടുക്കണോ? അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നു. ഇവർക്ക് വേണ്ടി മാത്രമാണ് സിദ്ധു ഇനി ജീവിക്കുന്നത്. ആരും വേണ്ട, ആരും പോകുന്നവർ പോട്ടെ, പക്ഷേ സിദ്ധു ജീവിക്കും. അവൻ പിച്ചും പേയും പറയുന്നത് പോലെയാണ് വൈകിക്ക് തോന്നിയത്. സിദ്ധു അവളുടെ ഉദരത്തിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഒരിക്കൽ പോലും തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയെ അവൻ ഓർത്തില്ലേ? അമ്മയില്ലാതെ അവരെ എങ്ങനെ വളർത്തുമെന്ന് ചിന്തിച്ചില്ല. അതോ മനഃപൂർവ്വം തന്നെ മറന്നുപോയതാണോ? അവൾക്കുള്ളിൽ 100,000 ചോദ്യങ്ങൾ ഉടലെടുത്തു. അപ്പോഴും സിദ്ധുവിൻ്റെ മുഖം അവളുടെ ഉദരത്തിൽ വിശ്രമിക്കുകയായിരുന്നു. സച്ചു പോയെന്ന് കരുതി വൈകിക്ക് തരാൻ ബാക്കിയുള്ള കാശ് തരാതെ ഇരിക്കില്ല. ഡെലിവറി ഡേറ്റിന് തലേദിവസം തന്നെ താൻ പ്രതീക്ഷിക്കുന്നതിനും വലിയ തുക അക്കൗണ്ടിലെത്തും, അവൻ അവളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അവൾ അവൻ്റെ പറച്ചിലിൽ വിറച്ചുപോയി. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവൻ നൽകുന്ന തുക, അതുമായി തനിക്ക്
അവരില്ലാതെ ജീവിക്കാൻ കഴിയുമോ? വേദന സഹിച്ച് പ്രസവിച്ച് അവരെ വേണ്ടെന്ന് വെച്ച് ഒരു രാത്രി പോലും തികയ്ക്കാൻ കഴിയുമോ? ഇത്രയ്ക്കും ക്രൂരനാണോ അവനെന്ന് അവൾ ചിന്തിച്ചു പോയി. എന്തേ അവൻ തന്നെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല? അവൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ താൻ? വെറുതെയെങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുമായി ഒരുമിച്ച് ജീവിച്ചൂടെ എന്നൊരു വെറും വാക്കു പറഞ്ഞൂടെ? നടക്കില്ലെന്നറിയാം, എങ്കിലും കൊതിച്ചു പോവുകയാണ് സിദ്ധുവേട്ടനും മക്കൾക്കുമൊപ്പമുള്ള ഒരുമിച്ചൊരു ജീവിതം. എന്നാൽ അതേ നിമിഷം തന്നെ അവൾ മറ്റൊരു തീരുമാനം കൂടി എടുത്തു കഴിഞ്ഞിരുന്നു. ആ തീരുമാനത്തിൽ അവൾ ഉറച്ചു തന്നെ ചെയ്തു. അത് ചിലപ്പോൾ സിദ്ധുവിനെ വേരോടെ തളർത്താൻ പാകമുള്ളതായിരിക്കും. അങ്ങനെയായാലും താൻ തൻ്റെ തീരുമാനം നടത്തിയിരിക്കും. വൈഗ മനസ്സിൽ ദൃഢനിശ്ചയമെടുത്തു. അതിൻ്റെ ഫലമായി അവളുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ സിദ്ധു പതിയെ ഒരു ചെറുമയക്കത്തിലേക്ക് വഴുതി വീണു. ഇനി തൻ്റെ ഉറക്കം എന്നേക്കുമായി നഷ്ടപ്പെടും എന്നറിയാതെ 3 മാസങ്ങൾ വീണ്ടും കഴിഞ്ഞു. വൈകിക്ക് ഇത് 8ാം മാസം കഴിയാറായി. ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ളിൽ എപ്പോൾ വേദന വന്നാലും വൈകാതെ വരണം. എല്ലാവരും ഇപ്പോൾ കുഞ്ഞുമാലാഖകൾക്കായുള്ള കാത്തിരിപ്പിലാണ്. അവരുടെ വരവിനായി കൈലാസത്തിൽ വീട് ഒരുങ്ങിക്കഴിഞ്ഞു. വൈകിക്കിപ്പോൾ ആദ്യത്തിൽ നിന്നൊക്കെ ആകെ മാറി. ആളിപ്പോൾ തടിച്ച് വെളുത്ത് തുടുത്തിട്ടുണ്ട്. ആദ്യത്തെ ക്ഷീണമൊന്നും അവൾക്കിപ്പോൾ ഇല്ല. അവളുടെ മനസ്സും ശരീരവും ഒരുപോലെ അവളുടെ കുഞ്ഞുങ്ങളെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അവളിപ്പോൾ തികച്ചും മറ്റൊരാളാണ്. അവൾ ആ ജീവിതത്തോടും സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ടു. എന്തിനേയും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസവും അവൾക്ക് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ കൈവന്നിരുന്നു. എങ്കിലും സച്ചു ഒരു നോവായി എന്നും മനസ്സിൽ അങ്ങനെ കിടന്നു. വെറുതെയെങ്കിലും താനും ആഗ്രഹിച്ചിരുന്നില്ലേ? അവളുടെ മരണം എന്ന കുറ്റബോധം അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. മരണമെന്ന് പൂർണ്ണമായി ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കേണ്ട കാര്യം ഓർത്തപ്പോൾ ചിന്തിച്ചു പോയിരുന്നു. ഇന്നതിൽ വൈകിക്ക് മനസ്താപം തോന്നുന്നുണ്ട്. ഒരു നോട്ടം കൊണ്ടുപോലും ക്ഷമ ചോദിക്കാൻ തനിക്ക് അവസരം ലഭിച്ചില്ലല്ലോ എന്ന ചിന്തയും. അവൾ ഓരോന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഗാർഡനിലെ സിബിൻ്റെ ബെഞ്ചിലിരുന്നു. 1 വർഷമാകുന്നു താൻ സിദ്ധുവിൻ്റെ ഭാര്യ എന്ന സ്ഥാനത്തേക്ക് ഇവിടെ വന്നിട്ട്. വെറുമൊരു ഉടമ്പടി ആയിരുന്നെങ്കിലും ചില സമയങ്ങളിൽ ഇവിടെ തന്നെ തുടരാൻ കഴിഞ്ഞെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ ആഗ്രഹമൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെട്ടാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോഴും ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത് തൻ്റെ കുഞ്ഞുങ്ങളാണ്. അതിന് ഇന്ന് തൻ്റെ കയ്യിൽ പോംവഴിയുണ്ട്. അവളൊരു ദീർഘനിശ്വാസത്തോടെ ഓർത്തു. പെട്ടെന്ന് അരികിൽ ആരുടെയോ സാമീപ്യമറിഞ്ഞതും വൈഗ തല ചിരിച്ചു നോക്കി. സിദ്ധുവാണ്. അതെന്നും പതിവുള്ളതാണ്. താൻ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ അവനും വന്നിരിക്കും. തന്നോട് അധികമൊന്നും മിണ്ടില്ലെങ്കിലും കുഞ്ഞുങ്ങളോടൊന്ന പോലെ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. സച്ചു ചേച്ചി മരിച്ച ഷോക്കിൽ നിന്നും ഏറെക്കുറെ ആള് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ സച്ചു ചേച്ചി മരിച്ചതിൽ പിന്നെ തന്നോടധികം സംസാരിക്കാറില്ല. താൻ അങ്ങോട്ടും ഇന്നിപ്പോൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ വന്നതാവും. വൈഗ, ഞാൻ തൻ്റെ അക്കൗണ്ടിലേക്ക് 50 lakhs ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സിദ്ധു അവളെ നോക്കാതെ പറഞ്ഞു. വൈകി അവനെ അന്താളിപ്പോടെ നോക്കി. തനിക്ക് ഇവിടെ നിന്ന് പോയാലും ഒരു ജോലിയാകുവോളം ജീവിക്കണ്ടേ? ഡെലിവറി കഴിഞ്ഞാൽ 3 മാസമെങ്കിലും റെസ്റ്റ് ആവശ്യമല്ലേ? സിദ്ധു പറഞ്ഞതും വൈകിയിൽ പുച്ഛം നിറഞ്ഞു. എന്നെ പറഞ്ഞയക്കാൻ ധൃതിയായി സിദ്ധുവേട്ടന്. അവൾ വെറുതെ അവൻ്റെ മനസ്സറിയാൻ എന്ന പോലെ ചോദിച്ചു. അങ്ങനെയല്ല വൈക, നമ്മൾ തമ്മിലുള്ള കരാർ ഒരാഴ്ച കൊണ്ട് തീരും. പിന്നെ താനിവിടെ നിൽക്കില്ലല്ലോ. തനിക്ക് തൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി, അവൻ ഭാവം ഏതും കൂടാതെ പറഞ്ഞു. ഓ അങ്ങനെയാണോ? കുഞ്ഞുങ്ങൾ അവരെ ഒറ്റയ്ക്ക് അവരുടെ അമ്മയില്ലാതെ സിദ്ധുവേട്ടന് മാനേജ് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. പ്രസവത്തിൽ തന്നെ അമ്മ മരിച്ച കുഞ്ഞുങ്ങൾ ജീവിക്കുന്നില്ലേ? അതുപോലെ ഇപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്? സിദ്ധുവിൻ്റെ വാക്കുകളിൽ അവളുടെ ഉള്ളൊന്നാളി. തൻ്റെ കുഞ്ഞുങ്ങളെ അമ്മയില്ലാത്തവരായി കാണുന്നത് അവൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്ന ഒന്നായിരുന്നില്ല. അപ്പോൾ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് അല്ലേ? എന്നാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? വൈഗ പറഞ്ഞതും സിദ്ധു എന്തെന്ന പോലെ അവളെ നോക്കി. ഒരിക്കൽ പോലും സിദ്ധുവേട്ടൻ്റെ മക്കളുടെ അമ്മ കൂടെ ഒരുമിച്ച് വേണമെന്ന് തോന്നിയിട്ടില്ലേ? വൈഗ ചോദിച്ചതും അവൻ ഒരു നിമിഷം നിശബ്ദനായി. തോന്നിയിട്ടില്ല വൈഗ, ഇനി തോന്നുകയില്ല. എൻ്റെ സച്ചുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിയില്ല. അവൾക്ക് പകരം വെക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നിനും കഴിയില്ല. വൈകിക്ക് ഉള്ളിൽ എന്തെന്നില്ലാത്ത സങ്കടം നിറഞ്ഞു. വെറുതെയെങ്കിലും അവൻ നീയും കൂടെ വേണമെന്ന് പറയുന്നതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. തനിക്കൊരിക്കൽ അവനോട് പ്രണയം തോന്നിയതൊക്കെ തൻ്റെ മനസ്സിൽ തന്നെ ഉണങ്ങാത്തൊരു മുറിവായി നിൽക്കട്ടെ. വൈകിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല. അവൾ പതിയെ എഴുന്നേറ്റു. എന്തോ വല്ലാത്ത സങ്കടം മനസ്സിൽ തികട്ടി വരും പോലെ. ഇനിയും അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ തനിക്ക് തന്നെ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ വൈഗ, ഒരു കാര്യം കൂടി.
എഴുന്നേറ്റ് ഒരടി മുന്നോട്ട് നടന്നതും സിദ്ധു പറഞ്ഞു. അവൾ എന്തെന്ന പോലെ തല ചലിച്ചു. എല്ലാം കഴിഞ്ഞ് താൻ പോകുമ്പോൾ ആ താലി കൂടി അഴിച്ചു തരണം. അവൻ ഉറച്ച സ്വരത്തോടെ പറഞ്ഞതും അവളുടെ ഉടലാകെ ഒരു തരിപ്പ് പടർന്നു കയറി. അവനൊരിക്കലും അത് തിരിച്ചു ചോദിക്കുമെന്ന് താൻ കരുതിയിട്ടില്ല. ഈ താലി തന്നെ ആരുടെ മുന്നിലും മോശക്കാരിയാവാതിരിക്കാൻ ഇത് തനിക്ക് ഉപകരിക്കുമെന്ന് മനസ്സിൽ കരുതിയിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾക്ക് എന്ത് മറുപടി കൊടുക്കണമെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല. അവളൊന്ന് മൂളിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്നാണ് വൈകിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ദിവസം. രാവിലെ 9 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്താനായി പറഞ്ഞിട്ടുണ്ട്. സീതാമ്മ ഇന്നലെ രാത്രി തന്നെ ജാനകിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ വേണ്ട സാധനങ്ങളൊക്കെ ഒന്നുകൂടി ഉറപ്പുവരും. എപ്പോൾ വേണമെങ്കിലും വേദന വന്നാൽ പോകേണ്ടതുകൊണ്ട് എല്ലാം നേരത്തെ കൂട്ടി തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. എങ്കിലും അവിടെ എത്തിയാൽ എന്തെങ്കിലും മറന്നിട്ടുണ്ടാവുമോ എന്ന് ശങ്ക വേണ്ടെന്ന് കരുതി എല്ലാം ഒന്നുകൂടി അടുക്കി പിറക്കി വെക്കാൻ പറഞ്ഞിരുന്നു. വൈക തൻ്റെ കൂടെ ഏറിയാൽ 2 ദിവസം കൂടെ ഉണ്ടാവുമെന്ന് സീതാമ്മയ്ക്കറിയില്ല. അവരതൊന്നും അറിയാതെ തൻ്റെ മരുമകളെയും പേരക്കുട്ടികളെയും ഒരു പോറലുമേൽക്കാതെ തിരിച്ചേൽപ്പിക്കണേ എന്ന പ്രാർത്ഥനയിലാണ്. ജാനകി വിളി കേട്ടതും ചേച്ചി അടുക്കളയിൽ നിന്നും സീതാമ്മയ്ക്കരികിലെത്തി. വിളിച്ചോ? അവർ തിരക്കി. നിന്റെ അടുക്കളയിലെ ജോലിയൊക്കെ ഒതുങ്ങിയോ? കഴിയുന്നു. ഇനി ഇല വെട്ടി വാട്ടണം. ചോറ് പൊതിയണ്ടേ? ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ നിന്നും വാങ്ങിച്ച പോരെ ജാനകി, ഇത്രയും മെനക്കെടണോ? അവർക്ക് ജോലിഭാരം കൂടുതലാണെന്ന് കരുതി സീതാമ്മ ശകാരിക്കും പോലെ പറഞ്ഞു. അതൊന്നും വൈകിക്ക് പിടിക്കില്ല. പ്രസവം കഴിയുമ്പോഴും വേറെ വല്ല അസുഖവും വെക്കേണ്ടല്ലോ. ഒരബദ്ധം തടസ്സങ്ങളും ഇല്ലാതെ അതങ്ങോട്ട് കഴിഞ്ഞോട്ടെ. എന്നിട്ട് നമുക്ക് വേണേൽ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാം. ജാനകി ചിരിയോടെ പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ. നീ പോയി വൈകിയോടെ എഴുന്നേക്കാൻ പറ. രാഹുകാലത്തിന് മുന്നേ ഇറങ്ങണം. നല്ലൊരു കാര്യത്തിന് ഇറങ്ങാല്ലേ. അവൾ ഇന്നലെ 10 മണിക്കൊക്കെ പോയാൽ പോരേന്ന് ചോദിച്ചിരുന്നു. ഞാൻ നോക്കട്ടെ. ജാനകി ചേച്ചി പറഞ്ഞുകൊണ്ട് വൈകിയെ വിളിക്കാനായി അവൾ കിടക്കുന്ന മുറിയിലേക്ക് പോയി. സീതാമ്മേ. ജാനകി ഒരലർച്ചയോടെ അതിലേറെ കിതച്ചുകൊണ്ട് സീതാമ്മയുടെ മുറിയിലേക്ക് ഓടി വന്നു. എന്തു പറ്റി ജാനകി? അവരുടെ അലർച്ചയും പേടിച്ചതുപോലുള്ള വരവും കണ്ട് സീതാമ്മ വെപ്രാളത്തോടെ ചോദിച്ചു. വൈക കുഞ്ഞിനെ കാണുന്നില്ല. അവർ കിതപ്പോടെ അതിലേറെ വെപ്രാളത്തോടെ പറഞ്ഞു. അവരുടെ വാക്കുകളിൽ പേടി മുന്നിട്ട് നിന്നിരുന്നു.